രാഷ്ട്രീയ വേദിയിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ മുമ്പ് നടത്തിയ തീപാറുന്ന പ്രസംഗം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളും തുറന്നുകാട്ടിയ ഈ പ്രസംഗം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ്. അന്നത്തെ പ്രസംഗത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ തുടക്കങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുധാകരൻ സംസാരിച്ചത്. കേരളത്തിൽ ആദ്യം വന്ന പ്രധാന സൗകര്യങ്ങൾ നമ്മൾ മറക്കരുത്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, അതിനെക്കുറിച്ച് വന്ന ലേഖനങ്ങൾ ഇന്നും എന്റെ കൈവശമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രൂപീകരണവും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ന് അഭിമാനമായി നിൽക്കുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അത് നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ ദൂരദർശിയായ തീരുമാനത്തിന്റെ ഫലമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിമാനത്താവളം സ്ഥാപിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ എതിർപ്പുകളെ കുറിച്ചും അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചു. ആ വിമാനത്താവളം വരുമ്പോൾ സമരം നടത്തിയവരാണ് ഇന്ന് അത് ഭരിക്കുന്നത്. വിമാനം ഇവിടെ ഇറങ്ങണമോ, എന്റെ നെഞ്ചത്തി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞവരാണ് അവർ എന്നായിരുന്നു പ്രസംഗത്തിലെ ആരോപണം. രാഷ്ട്രീയ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെയാണ് അദ്ദേഹം പ്രധാനമായും ചോദ്യം ചെയ്തത്. ഉളുപ്പില്ലായ്മയെ കമ്മ്യൂണിസം എന്ന് വിളിക്കാമോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇതോടൊപ്പം കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജ് രൂപീകരണവും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ആരും നോക്കാത്ത തരിശു ഭൂമിയിൽ നിന്നാണ് ഞങ്ങൾ ആ മെഡിക്കൽ കോളേജ് നിർമ്മിച്ചത്. ഇന്ന് അത് ആയിരങ്ങൾക്കുള്ള ആശ്രയമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. വികസനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. വികസനത്തെ തടയുന്നവർ പിന്നീട് അതിന്റെ നേട്ടം കൊയ്യാൻ മുന്നിലെത്തുന്നു. അതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ വീണ്ടും വൈറലാകുന്ന ഈ പ്രസംഗം കേരളത്തിലെ വികസന രാഷ്ട്രീയവും പാർട്ടികൾ തമ്മിലുള്ള ആരോപണങ്ങളും വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കെ സുധാകരന്റെ ഈ പഴയ വാക്കുകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്.